അങ്ങനെ കൃഷിയുടെയും ജാൻമണിയുടെ ആ പ്രശ്നം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഇടയ്ക്കാണെങ്കിൽ ബോട്ടിൽ ജാൻമണി കൊടുത്തിട്ട് പോയത്. അപ്പോൾ കൃഷി പറയുന്നത്, എന്തിനാ എനിക്ക് ബോട്ടിൽ, ഞാൻ ഗ്ലാസ്സിലെ വെള്ളം കുടിക്കത്തുള്ളൂ എന്ന് പറയുന്നു. അത് വേറൊരാളെ ബോട്ടിൽ നിർബന്ധിച്ച് അത് വന്ന് കുടിക്കണോ, അതിൽ വെള്ളം കുടിക്കണമെന്നൊക്കെ പറയുന്നത് എത്ര അത് അവരവരുടെ ഇഷ്ടമല്ലേ ഇതൊക്കെ എന്നാൽ എനിക്കിത് പറയാനുള്ള. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നോക്കുമ്പം ജിൻഡപ്പനും ജാസ്മിനും കൂടെ ആ ഒരു അവരുടെ പ്ലേ ഏരിയ എന്ന് തോന്നുന്നു, രാവിലെ മോർണിംഗ് എക്സസൈസൊക്കെ നടക്കുന്ന, മോർണിംഗ് സോങ് ഒക്കെ നടക്കുന്ന അവിടെ ആണെന്ന് തോന്നുന്നു, പുൽമേട്. അവിടെ ഇങ്ങനെ ജാസ്മിൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ജിൻഡപ്പൻ ഇങ്ങനെ അവിടെ പോയി ഇങ്ങനെ ജാസ്മിൻ്റെ അടുത്ത് ചേർന്ന് ഇങ്ങനെ തിരിഞ്ഞ് അവർ ഓപ്പോസിറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇരുന്നിട്ട് അവർ കാര്യം പറയുന്നത്, ഇപ്പോൾ ജിൻഡപ്പനോ എനിക്ക് തോന്നുന്നു ജിൻഡോയ്ക്കോ ടെൻഷനുണ്ട് മനസ്സിൽ, നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്നു. ജിൻഡോയോ ജാസ്മിനോ രണ്ട് പേരിൽ ഒരാളാണ് കപ്പടിക്കുന്നത്. ഇപ്പോൾ ഈ ടോപ്പ് 5 ടോപ്പ് 6 ഇപ്പം 6 പേരുണ്ട്. അതിൽ വന്ന് ജിൻഡപ്പനോ ജാസ്മിനോ ആണ് കപ്പടിക്കുന്നുള്ളത് ഇവർക്ക് 2 പേർക്ക് അറിയാം. പക്ഷെ ഇത് രണ്ടിൽ ആരാന്നുള്ളതേ ഉള്ളൂ അവിടെ ഒരു സംശയം. അപ്പോൾ അതിൽ 2 പേരും അവിടെ ഇരുന്ന് അതിൻ്റെ ഒരു ടെൻഷൻ ഇതൊക്കെ 2 പേർക്കുണ്ട്. പക്ഷെ അതുണ്ടെന്ന് പരസ്പരം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്നൊക്കെ ജിൻഡപ്പൻ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അടുത്ത ഗസ്റ്റ് എൻട്രി ആയിട്ടുണ്ട്. അപ്പോൾ ആരാണെന്ന് നോക്കുമ്പോഴത്തേക്കിന് ഒരു പാവ പോലെ വലിയൊരു ഈ മിക്കി മൗസിൻ്റെ മാതിരിയുള്ളൊരു വേഷത്തിലൊക്കെ ഒരാളിങ്ങനെ വരുന്നു. അതിനൊരു നല്ല പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ആക്ട് ചെയ്തുകൊണ്ട് കയറി വരുന്നുണ്ട്. കൊച്ചു കുട്ടികളെ മാതിരിയൊക്കെ. ആ പാട്ടും അതുപോലത്തതായിരുന്നു. അവർക്ക് ആരാന്ന് മനസ്സിലാകുന്നില്ല. ഞാനാണെങ്കിൽ സത്യത്തിൽ ഓർത്ത് അത് വന്നിട്ട് നമ്മുടെ റസ്മിൻ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ വന്ന് നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ആ ഡാൻസ്, ആ പാട്ടിൻ്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ ഈ തലയിലൊരു ഇതൊക്കെ ഉണ്ട്, മിക്കി മൗസിൻ്റെ ഒരു ഷേപ്പിലൊരു വലിയൊരു തൊപ്പിയൊക്കെ ഉണ്ട്. അതൊക്കെ പൊക്കാൻ നോക്കുമ്പോൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ പിന്നെ ഈ പാട്ട് തീർന്നതിന് ശേഷം അതെടുത്ത് നോക്കുമ്പോൾ ശ്രീരേഖ വന്നു. പിന്നെ എല്ലാവരും വന്നിട്ട് ഹഗ് ചെയ്തു. ഭയങ്കര ഇതായിരുന്നു. പിന്നെ എല്ലാവരും നിറയെ പേര് ജിൻഡോയും എല്ലാവരും വന്ന് ശ്രീരേഖ വളരെ നന്നായിട്ടുണ്ട്, കളറൊക്കെ വെച്ചിട്ടുണ്ട്, മുടിയൊക്കെ നല്ല ഇതാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ചെറുപ്പമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ജിൻഡോയാ ചെറുപ്പം പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശ്രീരേഖയ്ക്ക് അത് സന്തോഷമായി. അങ്ങനെ പിന്നെ ഒരു ടാസ്ക് അടുത്ത് നടന്നത് KP നമ്പൂതിരീസിൻ്റെ ഒരു ടാസ്ക്കായിരുന്നു. അപ്പോൾ അത് അവരുടെ ലിവിങ് ഏരിയയിൽ എല്ലാവരും വന്നിരിക്കുന്നു. അപ്പോൾ പല്ലിൻ്റെ ഈ പ്രാവശ്യം 6 പല്ല നല്ല എന്നുള്ളതിൻ്റെ ഒരിത്. അപ്പം കൂടുതൽ പേരും ഈ പ്രാവശ്യത്തെ വന്നിട്ട് ശ്രീധുവിനെയാണ് പറഞ്ഞത്. ശ്രീധുവിൻ്റെ പല്ലാണ് വളരെ നല്ല നിരയൊത്ത നല്ല ഭംഗിയുള്ള എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് വന്ന് ജാസ്മിൻ പറഞ്ഞു, നിങ്ങൾ ചിരിക്കുമ്പോൾ നല്ല പല്ലെന്ന് തോന്നുന്ന അതല്ല എടുക്കേണ്ടത്, രാവിലെയും വൈകിട്ടും പല്ല് തേച്ച് വൃത്തിയായിട്ട് പല്ലിനെ സംരക്ഷിക്കുന്ന അതാണ് വന്ന് നല്ല പല്ലിൻ്റെ ഒരു പ്രൈസിന് എടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ അർജുനാണ് രാവിലെയും വൈകിട്ടും പല്ല് തേക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പക്ഷേ എല്ലാവരും വന്ന് ശ്രീധുവിൻ്റെ പല്ല് നല്ല ഭംഗിയുള്ള ഈ പ്രാവശ്യം ശ്രീധുവിനാണ് അതിൻ്റെ പ്രൈസ് കിട്ടിയത്. അതിൻ്റെ കുറേ സമ്മാനങ്ങളൊക്കെ അപ്പം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 93-ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് പിന്നെ അവർക്കൊരു ടാസ്ക് ആണെങ്കിൽ ഇത് ഫാൻസി ഡ്രസ്സ് ഒരിതുണ്ടായിരുന്നു ഈ 6 കണ്ടസ്റ്റൻസിനും. അപ്പോൾ അതിൽ എല്ലാവരും നന്നായിട്ടത് ഒക്കെ ചെയ്തു. പക്ഷേ എടുത്തു പറയാൻ പറ്റുന്നതും ആയിട്ടുള്ള ഇത് വന്ന് നമ്മുടെ ജാസ്മിൻ്റെതും പിന്നെ ജിൻഡോയുടേതും ആയിരുന്നു എനിക്ക്. പിന്നെ കൃഷിയാണെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീനെ ആണ് ചെയ്തതെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ജിൻഡോ ആണെങ്കിൽ ഈ നമ്മുടെ ഈ ഗ്രാനൈറ്റിൻ്റെ പരസ്യത്തിൽ ഒരു ആൾ നിൽക്കുമല്ലോ, മസിൽമാൻ, അങ്ങനെ അതേ റോളിൽ ജിൻഡോ. പക്ഷേ ജിൻഡോയുടെ വന്നപ്പോൾ ഉള്ള അതൊക്കെയായിരുന്നു അത് കറക്റ്റായിരുന്നു. വന്നപ്പോൾ ഉള്ള ബോഡി ഇതൊക്കെയാണ് കറക്റ്റ്. ഇപ്പം ജിൻഡോ ഇത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉണങ്ങിയിട്ടുള്ളത് കൊണ്ട് അത്ര അങ്ങും വന്നിട്ടില്ലെന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൽ പിന്നെ ജിൻഡോ പറയുന്നത് അതിൻ്റെ പരസ്യം, ആ ഗ്രാനൈറ്റിൻ്റെ പരസ്യത്തിൽ അയാളാ നിൽക്കുന്ന അതുപോലെ
ഈ ഉച്ചിയിൽ കുടുംബിയൊക്കെ കെട്ടിയിട്ട് ദേഹം മൊത്തം എണ്ണ വഴിക്കിൽ ഇങ്ങനെ ഒരു മസിൽമാൻ നിൽക്കാതെ മാതിരി. അപ്പം അത് വന്നിട്ട് ശരീരത്ത് വന്ന് തുണിയിൽ വന്ന് ഈ താറുടുക്കുന്ന മാതിരി ഒരു വേഷ്ടി ഇങ്ങനെ ഉടുക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു പ്ലെയിൻ ഇതാണ്. അപ്പോൾ അതിൽ വന്നിട്ട് ലാസ്റ്റ് പറയും ബിഗ് ബോസ് ഗ്രാനൈറ്റ് എന്നാണ് പറയുന്നത്. അത് ഏത് ഗ്രാനൈറ്റാണെന്ന് എനിക്കറിയില്ല. ഈ ബിഗ് ബോസ് ഗ്രാനൈറ്റിൻ്റെ ഇത് എന്നില്ല ജിൻഡോ ഇത് ചെയ്തത്. പിന്നെ കൂടുതലെടുത്ത് പറയുന്നത് നമ്മുടെ ജാസ്മിൻ്റെയാണ്. ഈ ദമയന്തിയുടെ ഒരു ഇത് കണ്ടിട്ടില്ല നിങ്ങൾ? സാരി ഉടുത്ത് നല്ല മനോഹരമായിട്ട് എവിടേക്കോ ചിലയിടത്തൊക്കെ നമ്മൾ ഈ നിറയിടത്ത് അത് ഉണ്ടാവുമല്ലോ, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ചുമന്ന കളറിലെ ബോർഡർ വെച്ചൊരു സാരി, അതിൻ്റെ ബ്ലൗസും ഒക്കെ. പിന്നെ അതേപോലെ ജാസ്മിനെ ഒരുക്കി ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ജാസ്മിൻ അല്ലെങ്കിൽ സുന്ദരിയല്ലേ. അപ്പം അങ്ങനെ ഈ ഇതിൻ്റെ വന്ന് പ്രൈസ് പറയുന്നത് ആർക്കാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ പറയുന്നത് ഈ വന്നേക്കുന്ന ഗസ്റ്റൊക്കെയാണ് പറയുന്നത്. ഇത് വന്നേക്കുന്ന ഗസ്റ്റ് ഇപ്പോൾ വന്നിട്ട് 4 പേരേ വന്നിട്ടുള്ളൂ. ഈ 4 പേരുടെ അഭിപ്രായത്തിൽ ആദ്യം വന്നിട്ട് ഈ ജാസ്മിനാണ് ഫസ്റ്റ്, സെക്കൻഡ് വന്ന് ജിൻഡോയ്ക്കും, തേർഡ് വന്നിട്ട് കൃഷിക്കും. ഈ കൃഷിയുടെ പേര് ജാൻമണി മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ആരും പറഞ്ഞില്ല. പക്ഷെ അത് തേർഡ് കിട്ടി. അപ്പോഴും നമ്മളവിടെ എന്താ കാണേണ്ടതെന്ന് വെച്ചാൽ ഈ ജാൻമണിക്ക് കൃഷിയോടുള്ള ഒരു ലാളിത്യമാണോ സ്നേഹ വാത്സല്യമൊക്കെ ആണോ എന്നറിയത്തില്ല. അതിനെ വന്നിട്ട് പിന്നെ കൃഷിക്ക് അത് അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നു, കൃഷി വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ ജാൻമണിക്ക് അതിൽ മനസ്സിന് വിഷമമായിട്ടോ ഒക്കെ കരയുന്നുണ്ടെങ്കിലും ഈ പ്രൈസ് വന്നിട്ട് കൃഷിക്ക് പറഞ്ഞല്ലോ. ഫസ്റ്റ് എന്നാൽ തന്നെയാണ് കൃഷിക്ക് പറയുന്നത്. പിന്നെ കൂടുതൽ പേരും ജാസ്മിന്, അത് രണ്ടാമത് കൂടുതൽ പേരും വന്നിട്ട് ജിൻഡോയ്ക്ക്, മൂന്നാമത് ഈ ജാൻമണി മാത്രമേ കൃഷിക്ക് പറഞ്ഞുള്ളൂ. അപ്പം നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് അതാ, ആ മനസ്സിനകത്തുള്ള ആ ഇഷ്ടവും സ്നേഹവും ഓപ്പോസിറ്റ് ആൾ അത് ഇഷ്ടക്കേടായിട്ട് പ്രകടിപ്പിച്ചാൽ അത് പോകുന്നില്ല പെട്ടെന്നെന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലാകണ്ടേ. പിന്നെ വൈകിട്ടായി. ബിഗ് ബോസ് ആണെങ്കിൽ എല്ലാവരോടും പറഞ്ഞു ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ. അപ്പോൾ ഇവർ വീട്ടിനകത്തുള്ള 6 കണ്ടസ്റ്റൻസും പിന്നെ ഗസ്റ്റായിട്ട് വന്ന 4 പേര് വന്നല്ലോ, അവരും കൂടെ ചേർന്ന് ലിവിങ് ഏരിയയിൽ വന്നിരുന്നു. അപ്പം ബിഗ് ബോസ് പണ്ട് അവർ വന്നപ്പം തൊട്ട് എൻട്രി ആയപ്പം തൊട്ടുള്ള, അതായത് ബിഗ് ബോസ് തുടങ്ങിയ സമയം തൊട്ടുള്ള ലാസ്റ്റ് വരെയുള്ള അവരെ ഇതൊക്കെ ഒന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അതിലെല്ലാവരും വളരെ ത്രില്ലിൽ ഇങ്ങനെ ഇരുന്നു, എല്ലാവരും കണ്ടു. അവരെ ആ സമയത്തെ പ്രശ്നങ്ങളൊക്കെ, ബിഗ് ബോസിനകത്ത് നടന്ന ടാസ്കുകളും ഇഷ്യൂസ്, വീണതും പിടിച്ചതും മുറിഞ്ഞതും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെല്ലാം കുറേ ഭാഗങ്ങളൊക്കെ കാണിച്ചു. അപ്പം അതിന് ശേഷം പിന്നെ എല്ലാവരും വീട്ടിനകത്ത് വന്നല്ലോ. വന്നതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നു അവർ ഡിന്നറൊക്കെ കഴിഞ്ഞെന്ന്. ആ സമയത്ത് നമ്മുടെ പൂജ ആരാ സാധനം, നമ്മുടെ പൂജയാണെങ്കിൽ ജാസ്മിനുമായിട്ട് അവർ 2 പേരെ മാത്രമേ കാണുന്നുള്ളൂ. അവർ ഈ ലിവിങ് ഏരിയയിലാണോ അതോ അവർ വന്നിട്ട് ഈ മോർണിംഗ് എക്സസൈസൊക്കെ നടക്കുന്ന ആ ഏരിയയിലാണോ എന്നറിയത്തില്ല. അവരങ്ങനെ പോയി അവിടെ ഇരിക്കുന്നു. അപ്പോൾ പൂജ അവിടെ ഇങ്ങനെ ചാരിക്കിടക്കുന്ന മാതിരി ജാസ്മിൻ അവിടെ ഇരിക്കുന്നു. പൂജ വെളിയിലൊക്കെ ഒഫീഷ്യലായി ഇൻ്റർവ്യൂ നടത്തുന്ന ഒരു ഫേമസ് ആളാണ്. പക്ഷേ അത് ഒഫീഷ്യലാണെങ്കിൽ ഇത് ഒഫീഷ്യൽ അല്ലെങ്കിലും ഇവിടെ എനിക്ക് തോന്നിയത് പൂജ ജാസ്മിനെ ചെറുതായിട്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം ജാസ്മിനോട് പൂജ ചോദിക്കുന്നു, നിനക്കാണെങ്കിൽ വെളിയിൽ പോകുമ്പോൾ പേടിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അതായത് ബോസ് ഇപ്പോൾ 2-3 ദിവസത്തിനകം കഴിയുമല്ലോ, അത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുന്ന ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ പേടി തോന്നുന്നു എന്നൊക്കെ ചോദിക്കുന്നു. പേടിയൊന്നും അങ്ങനെ ജാസ്മിനാണോ പേടി? പിന്നെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ആരെയാണ് കാണാൻ ഇഷ്ടം, അല്ലെങ്കിൽ വിളിക്കുന്ന ആരെയാണെന്നുള്ള രീതിയിൽ പൂജ ചോദിക്കുമ്പം ജാസ്മിൻ പറയുന്നത് അത് തീർച്ചയായിട്ടും ഗബ്രിയാണെന്ന് പറയുന്നത്. അപ്പോൾ പൂജ പറയും ഗബ്രി ഇപ്പോൾ വരുമല്ലോ, ഇപ്പോൾ ഇത്രയും പേര് ഇവർ പോയവരൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പോൾ ഗസ്റ്റായിട്ട് ഫൈനൽ ഇതിന് ബിഗ് ബോസ് അതിൻ്റെ ഫിനാലേക്ക്. അപ്പോൾ ഗബ്രിയും തീർച്ചയായിട്ടും വരും. അതല്ലാതെ എന്ന് ചോദിക്കുന്നത് അറിയത്തില്ല. പൂജയുടെ ഇതല്ലേ എനിക്ക് തോന്നി. ഇനി അഫ്സലിനെ വല്ലതും വിളിക്കുന്നത് വല്ലതും ആണോ പറയുന്ന അറിയത്തില്ലല്ലോ. അതുമെല്ലാം ജാസ്മിൻ്റെ വായിൽ നിന്ന് കിട്ടുമോ എന്ന് ഓർത്തിട്ടാണോ പൂജ ഇട്ട് കൊടുക്കുന്ന അറിയത്തില്ല.
അപ്പോൾ വന്നിട്ട് ഗബ്രിയെ വിളിക്കും എന്ന് പറയുമ്പോൾ പൂജ പറയുന്നത് അത് ഗബ്രി വരുമല്ലോ, പിന്നെ വീട്ടുകാരോട് സംസാരിക്കണം. വീട്ടുകാരോട് സംസാരിക്കുമ്പം അവർ പറയുന്നതൊക്കെ കേൾക്കും. പിന്നെ തിരിച്ചന്നേരം ഒന്നും പറയത്തില്ല. പിന്നെ ഇരുന്ന് കാര്യമായിട്ട് സംസാരിക്കും. പിന്നെ അഫ്സലിക്ക് വിളിക്കും, എന്താ എങ്ങനെയാണെന്ന് ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കൂടുതലൊന്നുമില്ല, അങ്ങനെ ഒരു വാക്ക് മാത്രം പറഞ്ഞു. അങ്ങനെ അതിനുശേഷം പിന്നെ ഈ പൂജയുമായിട്ടാണ് ഇവരെ കുറേ പേര് ഇരുന്ന് സംസാരിക്കുന്നതായിട്ട് തോന്നുന്നത്. പിന്നെ ഈ ബിഗ് ബോസ് ആ സമയമാകുമ്പോഴത്തേന് ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമല്ലോ. അങ്ങനെ അവർ ആ രാത്രി ഇവർ കുറച്ച് പേരെ, വളരെ കുറച്ച് പേരേ ഉള്ളൂ, അവർ 3-4 പേരൊക്കെ ചേർന്നിരുന്ന് അതിലൊന്ന് അഭിഷേകും ഇത് ഋഷിയും ജാസ്മിനും പൂജയുടെ സ്വരമൊക്കെ കേൾക്കുന്നുണ്ട്. പറയുന്നത് ഇന്ന് ഉറങ്ങണ്ട പൂജ, ഇന്നൊന്നും നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർക്ക് വെളിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുള്ള ഒരു ആകാംക്ഷ എന്തെങ്കിലും കിട്ടുമെന്ന് ഉള്ളിലിരിക്കുന്നവർ. പിന്നെ പൂജയ്ക്കാണ് ഇവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ഉണ്ടായിരിക്കും. അങ്ങനെ സംസാരങ്ങളൊക്കെയാണെന്നാണ് തോന്നുന്നത്. ഈ ജാസ്മിനോട് ചോദിക്കുമ്പോൾ പൂജ ഇങ്ങനെ ജാസ്മിൻ്റെ മനസ്സ് എന്താണെന്ന് വെളിയിലിറങ്ങുമ്പം എന്തായാലും പൂജയ്ക്കറിയാം എന്തൊക്കെയോ ഒരു ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടാകുമെന്ന്. അപ്പോൾ അതുകൊണ്ട് അത് എന്താണ് ജാസ്മിൻ്റെ മനസ്സിലുള്ളതെന്നൊക്കെ ചെറുതായിട്ടെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു ഇത് നോക്കുന്നു പൂജ. അങ്ങനെ ഇന്നത്തെ 93-ാമത്തെ എപ്പിസോഡിലെ മെയിനായിട്ടുള്ള കുറേ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഓക്കെ.